സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാന തിരുനാളിൻ്റെ ഈ 4ാം ആഴ്ചയിലൂടെ നാം കടന്നു പോകുന്ന ഈ ബുധനാഴ്ച ദിവസം, ഇന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് അവിടുന്നാണ് നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മളുടെ യേശുവിനെ അറിയാനിടയായത് അത് അവിടുത്തെ തിരഞ്ഞെടുപ്പാണ്, നമ്മളാരും ആഗ്രഹിച്ചിട്ട് പോലുമല്ല. ഇന്ന് വിശുദ്ധ മത്തിയാസിൻ്റെ തിരുനാൾ. അപ്പസ്തോലനായി യൂദാസിൻ്റെ സ്ഥാനത്ത്, യൂദാസിന് പകരമായി അപ്പസ്തോലന്മാർ ഒന്നിച്ചുകൂടി നറുക്കിട്ട് കുറിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ ആരംഭം മുതലുണ്ടായിരുന്ന ഒരാളെ വേണമെന്ന് അവർ തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് യൂദാസിൻ്റെ സ്ഥാനത്തിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുത്ത വിശുദ്ധ മത്തിയാസിൻ്റെ ഓർമ്മയാണ്, തിരുനാളാണ് നമ്മൾ ഓർക്കുന്നത്. ഇന്നത്തെ 1ാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായം 15 തൊട്ട് അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കും. പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഏതാണ്ട് 120 പേരാണ് നമ്മളോട് വായിക്കുന്നത്. അപ്പം തൊട്ടുമുള്ള വചനമാണ് നമ്മൾ ചിന്തിച്ചാണ്, ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധ അമ്മയാണ് ഇവരെ ഒരുമിച്ച് കൂട്ടുന്നത്. പരിശുദ്ധ അമ്മയാണ് തിരുസഭയുടെ, ഇന്നലെ ചിന്തിച്ചതുപോലെ ബേത്ലഹേമിലെ പരിശുദ്ധ അമ്മയുടെ മടിയിലായിരുന്നു ഉണ്ണീശോ കിടന്നതെങ്കിൽ പെന്തക്കോസ്ത നാളിലെ സഭയുണ്ടായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ്. ഈ ഒരു വലിയ ആത്മീയ ഉൾക്കാഴ്ച നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം ഏതാണ്ട് 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് എന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, അങ്ങനെയാണ് ദാവീദ് എഴുതിയ സങ്കീർത്തനം. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെടുന്ന നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യൂസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പസ്തോലന്മാരുടെ കൂടെയും അവൻ എണ്ണപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് അത് ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട്, യേശുവിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കുമ്പോൾ, അവനോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ നാമും അവൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടില്ല, അവരുടെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്. അവരുടെ സ്നേഹത്തിൽ നാം ആയിരിക്കുവാനായിട്ട് ഇന്ന് പ്രതിവചന സങ്കീർത്തനം 113 കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതങ്ങളിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അതായത് നമുക്കിന്ന് മത്തിയാസിനെ നമുക്കറിയാം, അവർ കൂടെ നടന്നവനാണ്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം, അല്ലെ കർത്താവായ ഈശോയോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് തന്നെ അവനെ ഉയർത്തി
പ്രഭുക്കന്മാരോടൊപ്പം അല്ലെങ്കിൽ അപ്പസ്തലന്മാരോടൊപ്പം മത്യാസിനെ ഇരുത്തിയതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ ഒരു സങ്കീർത്തന ഭാഗം ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടിയും അമേരിക്ക മുഴുവൻ, ലോകം മുഴുവൻ വേണ്ടി അറ്റ്ലാന്റയിൽ നിന്ന് സാലി പൈസ് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സങ്കീർത്തനം 84 നമ്മൾ ഓർപ്പിച്ചതും ഇതാണ്: സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. വീണ്ടും വായിക്കുന്നുണ്ട്: എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. വീണ്ടും 84:10 വായിക്കുന്നുണ്ട്: അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, ദുഷ്ടമായ ഇടങ്ങളിലായിരിക്കുന്നേക്കാൾ കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ, മറ്റുള്ളവർ വരുമ്പോൾ അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അതിനുള്ള ഉള്ളിലേക്ക് കയറാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ വാതിൽ കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ വാതിൽ തുറന്ന് അവരെ മറ്റുള്ളവരെ യോഗ്യതയുള്ളവർ വരുമ്പോൾ അവരെ അകത്തേക്ക് കയറ്റുമ്പോൾ എനിക്ക് അങ്ങയെ ദർശിക്കാമല്ലോ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ദർശിക്കാമല്ലോ. എത്രയോ എളിമയുടെ ഒരു മനോഭാവമാണ്. അതുതന്നെയാണ് ഇന്നും ഈശോ സുവിശേഷത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. അതായത് ഈ ഒരു ആത്മീയത, യേശുവിനെ ദർശിക്കാൻ, അവൻ്റെ ആത്മാവിൽ ഒന്നായിരിക്കാൻ. ഇന്ന് സുവിശേഷം നമ്മളെ ഓർപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 9 മുതൽ വചനമാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. ദൈവസ്നേഹം നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ച പിതാവും ഈശ്വരൻ, ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ പറഞ്ഞത് ദൈവം തന്നെയായ ഏകജാതൻ യേശു ക്രിസ്തു. അപ്പം പിതാവായ സ്ത്രീത്വൈക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈശോ. സ്നേഹവും കരുണയും. നമ്മൾ എത്ര വലിയ പാപികളായിരുന്നാലും നമ്മെ സ്നേഹിക്കുകയാണ് ദൈവം. നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോയത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, സാത്താൻ്റെ വഞ്ചന മൂലമാണ് നമ്മൾ പാപം ചെയ്തത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം നമ്മെ വിധിക്കുന്നില്ല. എത്രയോ നമുക്ക് ആ ഒരു മനോഭാവം അല്ലെ, മറ്റുള്ളവർ നമുക്കെതിരെ പ്രവർത്തിച്ചത് അവർ മനഃപൂർവ്വമല്ല, തിന്മ അവരെ സ്വാധീനിച്ചതുകൊണ്ടാണ്, തിന്മ അവരുടെ ഉള്ളിൽ കുടിയേറിയതുകൊണ്ടാണ്. ദൈവസ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാ അവരുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ അവരെന്നോട് ഒരിക്കലും അങ്ങനെ പെരുമാറിയില്ലായിരുന്നു. എത്ര സ്നേഹത്തോടെയായിരുന്നു അവരെന്നോട് പെരുമാറേണ്ടിയിരുന്നത്, അവരെന്നോട് എത്ര കരുണ കാണിക്കേണ്ടതായിരുന്നു. എന്നാൽ എന്താ വായിച്ചോളൂ, ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ ചിലരുടെ ഉള്ളം ദുഷ്ടതയുടെ കൂടാരമാണ്. അതങ്ങനെ ആയിപ്പോയി. നമ്മളവരെ വിധിച്ച് തള്ളുകയല്ല. അതുകൊണ്ടാണ് ഈശോ കണ്ടതുപോലെ പാപികളെ തേടി വരുന്ന ഈശോ. നമ്മൾ പാപം ചെയ്യുന്നത് നമ്മളുടെ ആഗ്രഹപ്രകാരമല്ല, നമ്മൾ അങ്ങനെ ആയിപ്പോയി. പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ്, ഒരു മനസ്സാണ് നമ്മുടേതെന്ന് ഉൽപ്പത്തി 6 ദൈവം കണ്ടു. അപ്പം ആ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്, നമ്മളെ ഹൃദയം അറിയുന്ന ദൈവം അല്ലേ. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിക്കുന്ന ഹൃദയമാണ്. നമ്മുടെ ആത്മാവ് ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. നമ്മുടെ ശരീരവും മനസ്സും ലോകത്തിൻ്റെതായ രീതിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അമ്മയുടെ ഉദരത്തിൽ ആദ്യം ഭ്രൂണമായി നമ്മൾ അണ്ടവും ബീജവും ഒന്നായി തീർന്ന് അപ്പൻ്റെയും അമ്മയുടെയും ആ രൂപവും അവരുടെ കുലവും അവരുടെ ജാത്യതയും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടിയതെല്ലാം നമ്മുടെ കുടുംബ പാരമ്പര്യവും അപ്പൻ്റെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളും നന്മയും തിന്മയും ഒക്കെ അവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു. നമ്മുടെ ശരീരവും മനസ്സും മനയപ്പെട്ടു. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക്, ആ ഭ്രൂണത്തിലേക്ക് ദൈവം, നന്മയായ ദൈവം, സ്നേഹമായ ദൈവം, കരുണയായ ദൈവം തൻ്റെതായ ആത്മാവിനെ, തൻ്റെതായ അംശം, തൻ്റെതായ ആ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെതായ ദൈവത്തിൻ്റെതായ ഒരു അംശം നമ്മുടെ ആത്മാവ് എന്ന് നാം വിളിക്കുന്നു അല്ലെ. എൻ്റെ ആത്മാവ്, സങ്കീർത്തനം 42 പറഞ്ഞു, എൻ്റെ ആത്മാവേ അല്ലെ. നമ്മൾ എൻ്റെ ദൈവമേ നമ്മൾ പറയുന്നത് കൊണ്ടാണ്.
എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ദൈവമേ, അല്ലെ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ആത്മാവ് പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ദൈവം എൻ്റേതാണ്, എൻ്റെ അപ്പനാണ്, എന്റേതാണ്. ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു നിലവിളിയാണ്. നമ്മുടെ ആത്മാവ് എപ്പോഴും ആ ദൈവസന്നിധിയിലായിരിക്കുവാൻ അന്യസ്ഥലത്ത് 1000 ദിവസങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പാപത്തിൻ്റെതായ ജഡികതായ സമ്പത്തും പേരും പ്രതാപവും കുടുംബമഹിമയും ഒക്കെ ആയിരിക്കുന്നതിനേക്കാൾ എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവാലയത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം എൻ്റെ ആത്മാവിൻ്റെ പിതാവായ എൻ്റെ ആത്മാവിൻ്റെതായ ദൈവത്തോടൊപ്പം ആയിരിക്കും. നമ്മൾ അറിയണം, ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ. അവരുടെ ഉള്ളിലൊരു എന്നെ വേദനിപ്പിക്കുന്ന, ഇപ്പോഴും എന്നെ വെറുക്കുന്നവരുണ്ട്, അവരുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, ദൈവത്തെ തേടുന്ന ആത്മാവ്. ഇതാണ് ദൈവം കാണുന്നത്. അതുകൊണ്ടാണ് ദൈവം പാപിയെ തേടിപ്പോയത്. അവർ പാപം ചെയ്ത് ലോകത്തിലെ ശരീരവും മനസ്സും എല്ലാം പാപം ചെയ്ത് ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന് വേണ്ടി കേഴുകയാണ്. സംഗീതം 40 പറഞ്ഞിരിക്കുന്ന പോലെ അല്ലേ, ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തോടൊപ്പം വാദ്യഘോഷങ്ങളും ആർഭാടങ്ങളും ആഡംബരങ്ങളും അടുപ്പിച്ചുള്ള വെടിക്കെട്ടും പെരുന്നാളും ഒക്കെ ആയിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോഴും എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി വിശുദ്ധ കുർബാനയിൽ സക്രായരുടെ ഉള്ളിൽ കാത്തിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ച് എൻ്റെ ആത്മാവ് എപ്പോഴാണ് ഞാൻ പള്ളിക്കുള്ളിൽ നിന്ന് കയറി എൻ്റെ ഉള്ളിലേക്ക് ദിവ്യകാരുണ്യ ഈശോയൊന്ന് സ്വീകരിക്കാനായിട്ട് എപ്പോഴാണ് എനിക്ക് തോന്നുക? എപ്പോഴാണ് ഈശോയെ നോക്കി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് എൻ്റെ ആത്മാവിന് ആത്മാർത്ഥമായി സ്വതന്ത്രമായി എന്ന് പറയാൻ സാധിക്കുക? ഇത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹമാണ്, ആത്മാവിൻ്റെ ആഗ്രഹമാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ, പാപികളായ നമ്മളെ സ്നേഹിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, പരിശുദ്ധരിൽ പരിശുദ്ധനാണ് നമ്മൾ അല്ലേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനി, പരിശുദ്ധരായ അമർത്യനെ. ആ പരിശുദ്ധി എന്നുള്ള വാക്കിന് നമ്മൾ ഊന്നൽ കൊടുക്കുകയാണ്. കാരണം എന്താ? ദൈവം പരമപരിശുദ്ധനാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ പാപികളായ നമ്മളെ ഒരിക്കലും ചേർത്ത് പിടിക്കാൻ ദൈവത്തിനാവുകയില്ല. അത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും അതിനുണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വലിയ നാട്ടിലൊക്കെ ഈ ഇലക്ട്രിസിറ്റിയുടെ അടുത്ത് വേലിയിട്ട് മറച്ചു വെച്ചില്ലേ, അതിൽ അപകടം അടുത്ത് വരരുതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ വേണ്ടി ഏതാണ്ട് അതുപോലെ സീനാമലയുടെ മുകളിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ് ദൈവം സീനാമലയുടെ മുകളിൽ എൻ്റെ ജനത്തെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് 440 വർഷം ഈജിപ്തിൽ അടിമത്തിൽ കിടന്ന് ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ഫറവോടെ അടിമത്തിൽ കിടന്ന് ജനത്തെ കൊണ്ടുവന്നിട്ട് കർത്താവ് മോശയോട് പറയാണ്, എനിക്ക് എൻ്റെ ജനത്തെ ഒന്ന് കാണണം, എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, എത്ര നാളായൊന്ന് കയ്യിലെടുത്തിട്ട്. അപ്പോഴും പറയുകയാണ്, പക്ഷേ അവരൊരു പക്ഷേ എന്നെ കാണാൻ വേണ്ടി തിടുക്കത്തിൽ ഓടി ആ മലയുടെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് അവരെ തൊടാൻ പറ്റില്ല, കാരണം അവരിൽ അശുദ്ധി നിൽക്കുന്നതുകൊണ്ട് ഇടിവെട്ടുന്നത് പോലെ ആയിരിക്കും, അവര് നശിച്ചു പോകും. ഞാൻ പരിശുദ്ധിയുടെ അഗ്നിജ്വാലയാണ്. എബ്രായർ 12:49 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അല്ലേ. നമ്മള് പർദീസായുടെ വാതിക്കൽ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിൽക്കുന്ന ദൈവം. ഇടയ്ക്ക് ഓർപ്പിച്ചതാണ്, ആ അഗ്നിയിലൂടെ വേണം നമ്മൾ പർദീസായിലേക്ക് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയുമ്പോൾ നാം അഗ്നിയായി മാറണം. കാരണം അഗ്നിക്ക് മാത്രമേ അഗ്നിയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹാഗ്നി ജ്വാലയാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളെ യോഹന്നാൻ സ്നാപകൻ വിളിച്ച്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ യേശുവിനെ കുറിച്ച് പറയാണ്, യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ഈ സ്നേഹാഗ്നി, ഈശോയുടെ ഹൃദയത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാഗ്നി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ കത്തി ജ്വലിക്കുമ്പോൾ നമ്മളൊരു തീഗോളമായി മാറുകയാണ്. നമ്മളൊരു ജ്വലിക്കുന്നതാണ്. വിശുദ്ധ അൽഫോൻസാമ ചോദിച്ചത്, കർത്താവേ, നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു തീപ്പൊരിയെങ്കിലും ആക്കി എന്നെ മാറ്റണമേ, അതിനായിട്ട് എന്നെ എളിമപ്പെടുത്തണമേ. അഹങ്കാരവും ഈ ലോകത്തിൻ്റെതായ മനോഭാവം, ഞാൻ എന്തോ ആണെന്നൊക്കെ ധരിച്ചിരിക്കുന്ന എൻ്റെ ഉള്ളിൽ എന്നെ എളിമപ്പെടുത്തണേ. നിന്റെ ഉള്ളിലുള്ള തീജ്വാലയിൽ അല്പമെങ്കിലും എൻ്റെ ഉള്ളിലൊന്ന് നിറയാനായിട്ടെന്നാണ് വിശുദ്ധ അൽഫോൻസാമ, കേരള സഭയുടെ ഇന്ത്യയുടെ തന്നെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമ നമ്മളെ ഓർപ്പിച്ചതാണ് പറയുന്നത്. അപ്പൊ ഈശോ എന്നാണ് പറഞ്ഞത്, ആ പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട്
ഈശോയുടെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി. ഞാൻ ചിന്തിക്കാറുണ്ട്, ചില വലിയ ഈ കടലിലെ വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പം അത് കുഞ്ഞുങ്ങളെ എന്നായെന്നറിയാം, വലിയ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, മീനിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ അതിന് വലിയ അപകടം. കാരണം അതിന് നീന്താൻ ശത്രുക്കളെ വലിയ മറ്റേ മീനുകളൊക്കെ ഇതിനെ വിഴുങ്ങും. അപ്പോൾ എന്താ ചെയ്യുന്നറിയാം, ഈ തള്ളമീൻ വാ പിളർന്നിട്ട് കുഞ്ഞുങ്ങളെ അതിൻ്റെ വായിലേക്ക് കയറ്റി വെക്കും. എവിടെയും സ്വതന്ത്രമായ സുരക്ഷിതമായ സ്ഥലത്ത് വരുമ്പോൾ വാ തുറന്നവരെ ഇറക്കി വിടും. ഈശോ ഇതല്ലേ ചെയ്തത്. ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ കയറ്റി വെച്ചു. അല്ലെങ്കിൽ ഞാൻ പറയും, പിതാവായ ദൈവത്തിന് മുമ്പ് നിൽക്കാനുള്ള വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മരിച്ചു പോകും. മോശയോട് പറഞ്ഞു, നീ അടുത്ത് വരരുത്, നീ അടുത്ത് വരരുത്. നിന്റെ പാദങ്ങളിലെ നീ നിൽക്കുന്ന ഈ സ്ഥലം അതിവിശുദ്ധമാണ്. നമ്മൾ ആ ദൈവസന്നിധിയിലേക്ക് അടുത്തില്ലാൻ പാപികളായ നമുക്ക്, ഞാൻ പറയും, അതുകൊണ്ടാണ് തിരുസഭ കൂദാശകൾ, പ്രത്യേകിച്ചും കുമ്പസാരം എന്ന കൂദാശ. ഈശോയുടെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വെച്ചിട്ട് പിതാവിന്റെ മുമ്പിലേക്ക് നമ്മളെ യേശു കൊണ്ടു നിർത്തുന്ന, നമ്മെ കരയോ ചുളിവോ ഇല്ലാതെ പിതാവിന്റെ മുമ്പിൽ മണവാളൻ മണവാട്ടിയെ കൊണ്ട് നിർത്തുന്നത് പോലെ നമ്മെ കരയോ ചുളിവോ ഇല്ലാതെ പിതാവിന്റെ സന്നിധിയിൽ നമ്മെ യേശു കൊണ്ട് നിർത്തുമെന്നാണ് പൗലോസ് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. അവന്റെ രക്തത്താൽ കഴുകി നമ്മുടെ സകല കുറവുകൾ അവന്റെ പരിശുദ്ധമായ രക്തത്താൽ വിശുദ്ധി. രക്തം ചിന്തത് വിശുദ്ധിയുടെ സ്നേഹത്തിന്റെ അടയാളമാണ് നമ്മളെ പ്രതി. ആ രക്തത്താൽ നമ്മളെ കഴുകി നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് 1 യോഹന്നാൻ 1:7 നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ രക്തം സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഈശോ മരിച്ചത് നമ്മളെ ഉള്ളിലാക്കാനാണ്. അവന്റെ ഉള്ളിൽ അവന്റെ ഹൃദയം മുറിക്കപ്പെട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മളെ സ്വീകരിച്ചു. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടപ്പോൾ ആ കരുണയും സ്നേഹവും ഒഴുകിയത് അവന്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വെക്കുകയായിരുന്നു. പിതാവിന്റെ മുമ്പിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പായി പൗലോസ് കൊളോസ്യരോട് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, നമ്മൾ അവന്റെ ഉള്ളിലാണ്. കുരിശിൽ അവൻ മരിക്കുമ്പോൾ നമ്മൾ അവന്റെ ഉള്ളിലാണ്. അവൻ കല്ലറയിൽ വിട്ടപ്പോൾ നമ്മൾ അവന്റെ ഉള്ളിലാണ്. അവൻ നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ അവന്റെ ഉള്ളിലാണ്. എന്ന് പറയാൻ നമ്മൾ തന്നെ പോകേണ്ടിയിരുന്ന ഇടങ്ങളിലേക്കെല്ലാം ദൈവപിതാവിന്റെ സന്നിധിയിൽ മാത്രമല്ല, നാം പാപികളായ നരകത്തിൽ പോകേണ്ടിയിരുന്ന നമ്മളെ യേശു തന്റെ ഉള്ളിലാക്കി നരകത്തിലേക്ക് ഇറങ്ങിയിട്ട് അത് മായ്ച്ചു കളഞ്ഞിട്ട് നമ്മളെ അവിടുന്ന് നരകത്തിൽ നീ പോകേണ്ട ആ സ്ഥാനം അവിടുന്ന് മാറ്റിയിട്ട് നരകത്തിന്റെയും മരണത്തിന്റെയും താക്കോലുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലാണെന്ന് വെളിപാട് 1 ഈശോ പറഞ്ഞതാണ്. എൻ്റെ സ്നേഹത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഉള്ളിലാണ്. ഞാൻ അറിയാതെ നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഒരിക്കലും, ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ, എൻ്റെ പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താം. ഒരുവനെ പോലും എന്ന് പറയാൻ പാപികളെയാണ് ഈശോ സ്വീകരിച്ചതല്ലേ, പാപികളെ തേടിയ വന്നത്. അവിടുന്ന് എനിക്ക് നൽകിയ ഒരു പാപിയെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തി അവനെ അങ്ങയുടെ മുമ്പിൽ കൊണ്ട് നിർത്താനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. പിതാവിനെ സ്നേഹിച്ചതുപോലെ യോഹന്നാൻ 15:9 ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അതായത് നമ്മൾ അവൻ്റെ ഉള്ളിലായിരിക്കാനായിട്ട്. മാത്രമല്ല, നമ്മുടെ ഹൃദയം നിറഞ്ഞവനെ സ്നേഹിക്കുമ്പോൾ അവനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുകയാണ്. യേശു എങ്ങനെ പാപികളായ നമ്മളെ സ്നേഹത്തോടെ അവൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ ഹൃദയം തുറന്ന് സ്നേഹിച്ചു. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലേ, എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ കാണിക്കാമെന്ന് നമ്മൾ പറയാറില്ലേ. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നീ എന്നൊക്കെ പറയാറില്ലേ. സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. അപ്പൊ ഈശോ നമ്മളെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാക്കി. അതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രദർശനം അനേക വിശുദ്ധർക്ക് ഈശോ വെളിപ്പെടുത്തുന്ന തിരുഹൃദയം. കാരണം ആ തിരുഹൃദയത്തിന്റെ ഉള്ളിലാണ് നമ്മളെ യേശു സൂക്ഷിച്ചിരിക്കുന്നത്, സാത്താന്റെ കെണിയിൽ പെടാതിരിക്കാൻ. പ്രിയമുള്ളവരെ, യോഹന്നാൻ 14 ഈശോയുടെ ഓർപ്പിച്ചില്ലേ, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിന്റെ ഉള്ളിലും. ഇതാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെയാണ് ഞാൻ പിതാവിന്റെ ഉള്ളിൽ. പിതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ പിതാവിന്റെ ഹൃദയത്തിലാണ്, പിതാവിന്റെ ആത്മാവിലാണ് ഞാൻ എപ്പോഴും. ഞാൻ പിതാവിന്റെ ഉള്ളിലും നിങ്ങള് എൻ്റെ ഉള്ളിലും. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ ഉള്ളിലും. നമുക്കതുപോലെ തിരിച്ചു പറയാൻ പറ്റും, ഈശോയെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് ഹൃദയപൂർവ്വം പറയുമ്പോൾ എന്താ ചെയ്യുന്നറിയാം, നമ്മുടെ ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക്, അതാണ് പരിശുദ്ധാത്മ നിറവ്. ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് ഹൃദയം തന്ന് സ്വീകരിക്കാൻ നല്ല
ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല, ഇനിമേൽ തെറ്റിയില്ല. കർത്താവ്, എൻ്റെ ഉള്ളിൽ ഇനി സാത്താനല്ല വസിക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ ഇനി അങ്ങാണ് ഈശോയെ വസിക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ ഇനി പരിശുദ്ധാത്മാവാണ് വസിക്കേണ്ടത് എന്ന് പറഞ്ഞ ദൈവസ്നേഹത്തിൽ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ നിറവാണ് പരിശുദ്ധാത്മാ നിറവ്. യേശുവിലൂടെ അല്ലാതെ ആർക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. കാരണം അവനാണ് നമുക്ക് വേണ്ടി നമ്മളെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. നമ്മുടെ പാപങ്ങളെ അവൻ്റെ ഉള്ളിലെ അവൻ്റെ ശരീരത്തിലും അടികളായി വേദനകളായി ഏറ്റുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങളെ ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിലനിൽപ്പ് വലിയൊരു മേഖലയാണ്. നിലനിൽപ്പ്, പിടിച്ചു നിൽക്കാൻ. ലോകത്തിലെ പ്രലോഭനങ്ങളും ആക്രമണം, സാത്താൻ ആക്രമിക്കുമ്പോൾ മറ്റുള്ളവരിലൂടെ അറിയാതെ അവർ നമ്മളെ വെറുക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഉള്ളിൽ ഈശോ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിലനിൽക്കാൻ പറയുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ വചനം പാലിക്കാൻ വേണ്ടിയാണ് ഈശോ എല്ലാം സഹിച്ചത്. വചനത്തിന്റെ പൂർണ്ണതയാണ് പിതാവിനോടുള്ള എൻ്റെ സ്നേഹമെന്ന് ഈശോ ഓർപ്പിക്കുക. നമുക്കപ്പോൾ പിതാവിനെ അല്ലെ ഈശോയെ എങ്ങനെയാ സ്നേഹിക്കുന്നത് വെച്ചാൽ മാതാവ് നമ്മളോട് പറഞ്ഞു തന്നതാണ്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നു, വേറെ ഒന്നല്ല. പരിശുദ്ധ അമ്മ ഇന്നലെ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ഓർത്തപ്പോൾ അമ്മ വേറെ ഒന്നും പറയുന്നില്ല, നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ എൻ്റെ മകൻ നിങ്ങളോട് പറഞ്ഞതുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം പാലിക്കാൻ ശ്രമിക്കും. അങ്ങേയറ്റം. അതിനുവേണ്ടി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആപത്തോ മരണമോ പട്ടിണിയോ വാളോ ഒക്കെ നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ പൗലോസ് പറയാണ്, ഇതെല്ലാം ഉണ്ടായാൽ, ആപത്തുണ്ടായാലും പട്ടിണി ഉണ്ടായാലും മരണമുണ്ടായാലും ദുഃഖമുണ്ടായാലും വേദന ഉണ്ടായാലും എന്തെല്ലാം ഈ ലോകത്തിലുള്ളത് എല്ലാം ആരെല്ലാം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഉയരങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും, സ്വർഗം തന്നെ തരാമെന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല യേശുവിനെ ഉപേക്ഷിക്കാമെന്ന്. അങ്ങനെയുള്ള ആദ്യകാലങ്ങളിൽ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ്റെ കൂടെ ഞാൻ എല്ലാ അധികാരങ്ങളും തരാമെന്നൊക്കെ സെയിൻറ്റ് തോമസ് അക്വീനാസ് ഇംഗ്ലണ്ടിലെ രാജ ഹെൻറി എട്ടാമന് കത്തോലിക്ക സഭയെ തള്ളിപ്പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞ്, എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഈ മന്ത്രിയാ പ്രധാനമന്ത്രിയാണ്. പറഞ്ഞ വേണ്ട, എനിക്ക് ഈശോയുടെ സ്നേഹം മതി. വധിക്കപ്പെട്ടു. നമ്മളെ ജീവിതം ഈ ലോകത്തിൽ ആ ഒരു അറിവാണ്. നമ്മൾ വെറും മണ്ടന്മാരല്ലേ. ഈ ലോകത്തിലെയും കാശ് കിട്ടാന്ന് പറയുമ്പോഴൊക്കെ യേശുവിൻ്റെ നാമം പറഞ്ഞ് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. 4 കാശുണ്ടാക്കാനായിട്ട് തള്ളിപ്പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് യൂദാസിനെ സാത്താൻ വഞ്ചിച്ചതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് മത്യാസിന് തിരഞ്ഞെടുപ്പ് നമ്മളെയും പാപികളായ നമ്മളെയും ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. ഓക്കെ, ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും, എൻ്റെ സന്തോഷം അതല്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല. നമ്മളത് അറിയണം. ലോകത്തിന് സമാധാനം അത് അല്ലെങ്കിൽ അത് മറ്റുള്ള പലതിലും ചേർന്ന് നിൽക്കുന്നതാണ്. ഏതെങ്കിലുമൊക്കെ മാറുമ്പോൾ ലോകത്തിന് സമാധാനം മാറിപ്പോകും. എന്നാൽ നിലനിൽക്കുന്ന, ഒരിക്കലും മാറാത്ത യേശു ഒരിക്കലും മാറിയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ ഒരു വിധത്തിൽ ഉപേക്ഷിക്കുകയില്ല. ഈ ലോകത്തിൽ അനേകർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അനേകർ മാറിപ്പോയേക്കാം അല്ലേ. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, ലോകസ്നേഹം മാറിയേക്കാം എന്നാൽ ദൈവസ്നേഹം മാറുകയില്ല എന്ന്. ഈശോ ഒരിക്കലും മാറാത്തവനാണ്. ആ സ്നേഹത്തിൽ നമ്മൾ നിലയ്ക്കുകയാണെങ്കിൽ ഇതാ എൻ്റെ സ്നേഹം സന്തോഷം നിങ്ങളെ കുടികൊള്ളാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് സമർപ്പിക്കാം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെ സ്നേഹിതർ. ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തും ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ഇനിമേൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരൊന്നുമല്ല. ഇനിമേൽ നിങ്ങൾ വെറും വിശ്വാസികളല്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന എല്ലാം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിലൂടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കൽ, യോഹന്നാൻ 15:14, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവേം. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ ആരാധന, സ്നേഹമേ ആരാധന.